സ്റ്റേറ്റ് എയ്ഡ് സെല്ലിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സൺസ് കുറച്ച് പേര് ഇവർ ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്തു. അപ്പം ഞാനന്ന് കാര്യമായിട്ട് പഠിക്കുവാണ്. അപ്പോൾ കുറച്ച് സാർമാർ പറഞ്ഞ് സൈക്കോളജിയൊക്കെ പഠിച്ച കുറച്ച് ആൾക്കാരെ വിടണം. ശ്രീനിവാസ് സാർ എന്ന് പറഞ്ഞ സാറാണ് നമ്മളെ ട്രെയിൻ ചെയ്തത് സ്റ്റേറ്റ് എയ്ഡ് സെല്ലിൻ്റെ. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ റിസോഴ്സ് പേഴ്സൺസ് ആക്കുകയാണ്. ഞങ്ങൾ പോയി ക്ലാസ് എടുക്കണം ഓരോ സ്ഥലത്ത് പോയിട്ട്. എനിക്ക് തന്നിരുന്ന സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ ഈ കോളനികളിൽ ഹാർവിപുരം കോളനി, കുലശേഖരം കോളനി, അങ്ങനെ പല സ്ഥലത്ത് കോളനി എന്നിപ്പോൾ പറഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ കുറച്ച് വേറെ തരം അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് അതിന് പറയാൻ പാടില്ല. ഇപ്പം എൻ്റെ പുതിയ പേര് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറച്ച് കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന സ്ത്രീകളുടെ കൂടെയാണ് ഈ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകളാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കോണ്ടോം യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിൻ്റെ കോണ്ടോം എങ്ങനെയാണെന്ന് പറയാം. അങ്ങനെ പീനിസിൻ്റെ മോഡലൊക്കെ കാണാം. അങ്ങനെയൊക്കെ കാണിച്ചൊക്കെ കൊടുക്കണം. അപ്പം ഈ പെണ്ണുകൾ തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ ഇടും. വേണം എവളെ എൻ്റെ ഭർത്താവിന് എവളാണ് വേണം കുഴപ്പം, എവളെ കണ്ടാൽ എനിക്ക് വരും വേണം വയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ട് കേട്ടു. എവള് പിന്നെ വലിയ സാവിത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അടികൂടും. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ അടികൂടും സമാധാനം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ അവിടെ ഇരുത്തി നല്ല രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ അങ്ങനെ കാര്യം പോയി ഇനി എന്നും ക്ലാസ്സാണ് എവിടെയെങ്കിലുമൊക്കെ വിടും നമ്മളെ. അപ്പോൾ ഒരു ദിവസം MG കോളേജിൽ പിന്നെ ക്ലാസ് എടുക്കാനുള്ള ആൾ വന്നില്ല. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അന്ന് റിസോഴ്സ് പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ശീലമായല്ലോ. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ മറന്നുപോയി. കോണ്ടോംന്നോ അല്ലെങ്കിൽ ഇത് പീനസിൻ്റെ മോഡലൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു ഇതൊക്കെ ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സദാചാര വിഷയമുണ്ടെന്നൊക്കെ മറന്നുപോയി. നമ്മൾ ഈ സ്ത്രീകളിലൂടെ ആണല്ലോ യൂസ്ഡായി. ഇതെടുത്ത് ഒരു കൊച്ചിനടുത്ത് ഇത് പറയാനായിട്ട് ശ്രമിച്ചു. കൂട്ടക്കരച്ചില്ല. ഒരു പെങ്കൊച്ച ഞാൻ ഈ ടൈപ്പ് അല്ല എന്നൊക്കെ നമ്മൾ അയ്യോ എൻ്റെ ദൈവം എന്നെ ഒരു തല്ലിയില്ലെന്നേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടി.